ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2102. ഇന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി, 275-ാമത്തെ ദിവസത്തിലെത്തി. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജിയെ ഓർക്കുന്നൊരു ദിനം കൂടിയാണ്. ഒരു വലിയ ധൈര്യം തന്നെയാണ്. അവനവൻ്റെ ജീവിതം ഒട്ടും നല്ല സന്ദേശമല്ല എങ്കിലും ഓരോരുത്തരും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ക്രിസ്തുവേശുവിലേക്ക് നമുക്ക് കുറച്ചും കൂടി അടുത്തെത്താം. കുഞ്ഞുങ്ങളും കുരുന്നുകളുമൊക്കെ ആദ്യാക്ഷരം കുറിക്കുന്ന ഈ ദിനത്തിൽ, ഈ ദേശത്തിൻ്റെ ഈ ദിനത്തിൽ നമുക്കും പണ്ട് എഴുതി തുടങ്ങിയ, പിന്നീട് എപ്പോഴോ എഴുതി തെറ്റിച്ച് കളഞ്ഞ എല്ലാ അക്ഷരങ്ങളെയും വാക്കുകളെയും ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കാം. ശരിക്കും ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം പിന്നീട് മാംസമായെന്ന് പറഞ്ഞാണ് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ യേശുവിനെ അവതരിപ്പിക്കുന്നതും പരിചയപ്പെടുത്തുന്നതുമൊക്കെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വാക്കുണ്ടായിരുന്നു. ആ വാക്ക് ദൈവത്തിന്റെ വാക്കായിരുന്നു. അത് പിന്നീട് മാംസം ധരിച്ചതാണ് ക്രിസ്തു യേശു. ദൈവത്തിന്റെ വാക്ക് പ്രവൃത്തിയായി മാറിയതാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളോടും വാക്കുകളോടുമൊക്കെ കുറെ കൂടി ആദരവും അനുഭാവവും താല്പര്യവും ജാഗ്രതയും പുലർത്താം. ഒന്നും കൂടി തെറ്റിയതെല്ലാം ഒന്ന് നേരെയാക്കാനായിട്ട്, നേരായിട്ട് എഴുതാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ആവാം. നല്ല ദിനമാണ് ഇന്ന്. സാധിച്ചാൽ ആ പഴയകാല ഓർമ്മ ഒന്നും കൂടി ഒന്ന് പുതുക്കിയെടുത്താൽ നല്ലതാ. മണലിലും അരയിലുമൊക്കെ അക്ഷരങ്ങളൊക്കെ എഴുതിയത്, ആ കൂടെ തീർച്ചയായും എഴുതേണ്ട അപ്പൻ, അമ്മ, യേശു എന്നൊക്കെ എഴുതുമ്പോൾ മറിയമെന്നും കരുണയെന്നും കൂടിയൊക്കെ ഒന്ന് എഴുതി തുടങ്ങുന്നത് നല്ലതാണ്. ഇവൻ പറയുന്നത് നിങ്ങൾ അനുസരിപ്പി, കേൾപ്പി. മറിയമെന്ന അമ്മ ഭൂമിയോട് മുഴുവൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ഒരു നിർദ്ദേശമാണ്, ഓർമ്മപ്പെടുത്തൽ. എല്ലാത്തിനും പരിഹാരമുണ്ടെന്നാണ് അമ്മയുടെ ആ വാക്കിന്റെ അകത്തെ ധ്വനി. മുഴങ്ങുന്നത് അത്തരമൊരു ആഴമുള്ള, അഴകുള്ള ഒരു അടയാളമാണ്, സൂചനയാണ്. എല്ലാത്തിനും പരിഹാരമുണ്ട്. അവന്റെ വാക്ക് കേൾക്കുക, അവൻ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. ക്രിസ്തുയേശുവിന്റെ വാക്കുകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അത് സുവിശേഷമാണ്. ആ സുവിശേഷത്തെ ഈ ദിനം മുതൽ കുറേയും കൂടി ആത്മാർത്ഥമായിട്ട്, വ്യക്തിപരമായിട്ട്, ഏറ്റവും സ്വകാര്യതയിൽ വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ സാധിക്കട്ടെ. പതിയെ എൻ്റെ ജീവിതവും പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല സന്ദേശമായി മാറട്ടെ. ഓരോ മനുഷ്യന്റെയും ജീവിതം അങ്ങനെ പറയപ്പെടുന്ന, ഓർക്കപ്പെടുന്ന, എക്കാലവും ഇങ്ങനെ പ്രകാശത്താൽ ജ്വലിക്കുന്ന വളരെ ദീപ്തമായ ഒരു ശ്രേഷ്ഠതയുടെ അടയാളമായി മാറട്ടെ. ഒപ്പം ആ തിരുവചനം നമുക്ക് കുറെ കൂടി ഒന്നുകൂടി അടുത്ത് പിടിക്കാം. ആ തിരുവചനത്തെ കുറെ കൂടി ചേർത്ത് പിടിക്കാം. അങ്ങനെ ക്രിസ്തുവചനത്തിലൂടെ, മറിയമെന്ന അമ്മയിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് മടങ്ങിയെത്താം. എല്ലാം ഒന്ന് നേരെയാക്കാം. ആമേൻ.